ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കിവിടെ എന്നെ നോക്കി ഇരുന്നാ മതിയോ? പഠിക്കാനൊന്നുമില്ലേ? പഠിത്തമൊക്കെ ശിവേട്ടന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതിയെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ അല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ എഴുതി ഒന്ന് പാസ്സാവുന്ന അവർക്കും ഒരു ഉറപ്പുണ്ട്. അവർക്കേ ഉള്ളൂ, നിനക്കില്ല. ദാ, ഈ ആപ്പിള് കഴിക്കേ. ഉം. ഇത് ഇറക്കുന്നവരെ ഈ ചോദ്യം ചെയ്യലൊന്നും നിൽക്കുമല്ലോ. വന്നല്ലോ. ഇനി ബാക്കി കലാപരിപാടികള് ഇങ്ങോട്ടായിക്കോ. ഒരു രക്ഷയില്ല, ഞാനായതുകൊണ്ട് നിക്കുന്നതാ. അത് ശരി. ഹോസ്പിറ്റലിൽ കിടന്ന ആങ്ങളെയും പെങ്ങളും കൂടി യുദ്ധമാണോ? ആ ഡേസി, പറഞ്ഞില്ലെന്ന് വേണ്ട. കെട്ടാൻ പോകുന്ന ആളെ അസാധ്യ വെറുപ്പിക്കല. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ബ്ലഡ് കൊടുത്തതിന്റെ റിസൾട്ട് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ കൂടെ വരണോ? ഏയ്, നിങ്ങൾ സംസാരിച്ചിരിക്കെ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഉം. നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. അപ്പനും ഏട്ടനുമാ ഈ കല്യാണം നടത്താൻ മുന്നിട്ട് നിൽക്കുന്നെ. അവരിനി നമുക്കൊരു തടസ്സമല്ലാന്ന്. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? അന്നത്തെ സംഭവം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നെ ഞാൻ അല്ലാതാക്കിയ ആ രാത്രി, എന്റെ ജീവിതം തകർത്ത രാത്രി, ഒരു ദുസ്വപ്നം പോലെ അതെന്നും എന്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞില്ലേ ശിവ? ഇപ്പൊ നമ്മളെ എതിർത്തവര് തന്നെയാ നമ്മുടെ വിവാഹം നടത്താൻ പോകുന്നത്. മുന്നിട്ട് നിൽക്കുന്നത് എന്റെ അപ്പം തന്നെയാ. ഇതിൽ പല സന്തോഷം നമുക്ക് വരാനുണ്ടോ? നിനക്ക് സന്തോഷിക്കാം. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ച മുഴുവൻ എനിക്കല്ലേ. അതിന് നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ ശരീരം നോവിച്ചവരെ സ്നേഹിച്ചുകൊണ്ട് എനിക്കിപ്പോ കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റില്ല. ശിവ, ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവൻ നടത്തിയത്? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ശരീരത്തിൽ എന്റെ അനുവാദമില്ലാതെ കൈവച്ചവന് നേരെ കൈ കൊടുത്ത് തോളിൽ കൈയിട്ട് ബന്ധം കൂടാൻ ശിവനെ കിട്ടില്ല. അത് ശരി, നിന്റെ തീരുമാനം അങ്ങനെയല്ലേ? ഇവിടെ എഴുന്നേറ്റാ കിട്ടിയതിനൊക്കെ പലിശ സഹിതം തിരിച്ചു കൊടുക്കാൻ കച്ചയും മുറുക്കിയിരിക്കുന്ന എനിക്ക് നിന്റെ ആങ്ങളെ പോലൊരുത്തന്റെ ബന്ധുത്വം എനിക്ക് വേണ്ട. അവന് വേണ്ടി ചെയ്യാവുന്ന ഒരേ ഒരു സഹായം പള്ളിപ്പറമ്പിലേക്കുള്ള വിലാപയാത്ര ഒരുക്കല. അത് ഞാൻ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ ചെയ്തിരിക്കും. നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്റെ വീട്ടുകാരോടുള്ള പകയും വിദ്വേഷവും. അവരെല്ലാം മറന്ന് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോ നീ അവർക്ക് നേരെ ആയുധം എടുക്കാൻ പോവാണോ? ഇത്രയും നാളും നിനക്ക് വേണ്ടി കാത്തിരുന്ന എന്നെ നീ ഓർക്കുന്നു പോലും ഇല്ലല്ലോ. അപ്പൊ നിനക്ക് എന്നെ ശരിക്കും വേണ്ടേ? വേണ്ടാഞ്ഞിട്ടാണോ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചേർത്തിയത്? ആരൊക്കെ എതിർത്താലും നീ എന്റെ ഭാര്യ തന്നെയാ. ഞാൻ മനസ്സറിഞ്ഞ് വിവാഹം കഴിച്ച എന്റെ ഭാര്യ.